നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട തട്ടിൽക്കുട്ടി ദോശയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ഗാർലിക് ചട്നിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഈ ഒരു ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1 കപ്പ് അളവിൽ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചരി, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ആണെങ്കിലും എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തന്നെ ഉണക്കലരിയാണ്. ഉണക്കലരി അല്ലെങ്കിൽ പായസം റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അരിയാണ്. ഈ അരി ചേർത്ത് അരച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചരി എന്തോരം എടുക്കുന്നു അതേ അളവിൽ തന്നെ ഉണക്കലരിയും എടുക്കുക. അപ്പോൾ രണ്ടും ഞാൻ 1 കപ്പ് അളവിൽ ഇതുപോലെ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഉണക്കലരി ചേർത്ത് അരച്ചുണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു കുട്ടി ദോശ നല്ല വൈറ്റ് കളറിലല്ല, കുറച്ചൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഉഴുന്നാണ്. അതും ഞാൻ മറ്റൊരു ചെറിയ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമുക്കൊരു 1 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ദോശ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് നല്ലപോലെ പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർത്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ദോശയ്ക്ക് കയ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി നല്ലപോലെ രണ്ടും ഒന്ന് കഴുകിയെടുക്കാം. അരിയും അതുപോലെ തന്നെ ഉഴുന്നും ഒക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് വയ്ക്കാം. ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ ഇത് കുതിർന്ന് കിട്ടും. ഇതിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് അടച്ചു മൂടി വയ്ക്കാം. എന്നിട്ട് 4 മണിക്കൂറിന് ശേഷം നോക്കാം. ഇപ്പോൾ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ അവിലൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഞാനൊരു 1/4 കപ്പ് അളവിൽ ഒരു 3 ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ അവിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇത് കുതിരാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അവിലിന് പകരം നമുക്ക് വേണമെങ്കിൽ 1/4 കപ്പ് അളവിൽ ചോറാണെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ തവിട്ട് നിറത്തിലുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുതിർത്ത ഉഴുന്ന് വെള്ളത്തിൽ നിന്ന് വാരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഉഴുന്ന് എത്രത്തോളം നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നല്ലപോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അത്യാവശ്യം ഇടമുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി അരി അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അരി ഒറ്റത്തവണയായിട്ടല്ല 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് അരി അരച്ചപ്പോൾ അതിലേക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന അവിലും കൂടി ചേർത്താണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിയും ഉഴുന്നും ഒക്കെ അരയ്ക്കാനായിട്ട് ടോട്ടൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം 1.25 കപ്പ് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള പച്ചരി ഏതാണോ അതിൻ്റെ ബ്രാൻഡ് അതിനനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന ആ ഒരു വെള്ളം, ആ ഒരു കറക്റ്റ് ദോശയുടെ മാവൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ച് മൂടി വയ്ക്കാം. ഉപ്പൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റായി വരട്ടെ. ഇപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ ദോശ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം അല്ലേ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ചട്നി അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം. അതിനായിട്ട് ഞാനൊരു 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 4 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. കുറച്ചധികം വെളുത്തുള്ളി ഇതുപോലെ തേങ്ങയിൽ ഇട്ട് അരച്ച് ഉണ്ടാക്കി എടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു രുചിയും മണവും ഒക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഗാർലിക് ചട്നിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ എടുത്താലും മതി.
അതുപോലെ തന്നെ ഒരു 3 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചട്നിയിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പുളി ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ്, ഒരു അരനെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയും കൂടി ഞാൻ കുരു കളഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിയുടെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ ഞാൻ ഇതുപോലെ ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഇടണം. അപ്പോൾ അതിനായിട്ട് ഒരു കൊച്ചു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചമ്മന്തിയിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഗാർലിക് ചട്നി റെഡി. വെളുത്തുള്ളിയുടെ ആ ഒരു നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണയും കൂടി ഒന്ന് തടവി കൊടുത്തു. ചൂട് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചൂടൊന്ന് ബാലൻസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് പരത്തി ഒന്നും എടുക്കേണ്ട. കുട്ടി ദോശയായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ കുട്ടി ദോശ നല്ല ഹോൾസൊക്കെ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി കൂടി അങ്ങ് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റുള്ള, കഴിക്കാൻ നല്ല രുചിയുള്ളൊരു ദോശയാണ്. അതുപോലെ ചെറു ചൂടിൽ തന്നെ കഴിക്കാനായിട്ട് നോക്കാം, എന്നാലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഈ ഒരു ദോശ ഇങ്ങനെ തന്നെയല്ല, നമുക്ക് മറച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മറച്ചിടാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ഈ ഒരു കുട്ടിദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് മൊരിയിച്ചിട്ട് കഴിക്കാനായിരിക്കും കൂടുതൽ പേർക്കും ഇഷ്ടമുണ്ടാവുക. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചു മറിച്ചുവിട്ട് മൊരിയിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണ്ടത്ര ദോശ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്ര രുചിയും നല്ല മയവും ഉള്ള ദോശയാണ്. ഇതുപോലെ കുട്ടിയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അടിഭാഗമൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തട്ടിൽക്കുട്ടി ദോശയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഗാർലിക് ചട്നിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.